Hello all, welcome to my YouTube channel. This is Dr. Hajra. Know Your Disease എന്നുള്ള സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡാണിത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തലവേദനയെ പറ്റിയാണ്. തലയുള്ളവർക്കൊക്കെ തലവേദന വരുമെന്ന് പറഞ്ഞ അവസ്ഥയാണിപ്പോൾ. കാരണം നമ്മുടെ ഇൻക്രീസ് സ്ട്രെസ്, ലാക്ക് ഓഫ് സ്ലീപ്പ്, സ്മോക്കിംഗ്, അല്ലെങ്കിൽ പുവർ ഫുഡ് ഹാബിറ്റ്സ്, പുവർ സ്ലീപ്പ് ഹാബിറ്റ്സ്, ഇതൊക്കെ കാരണം തലവേദന എന്നൊരു പ്രധാന പ്രശ്നമാണ്. അതിൽ ഡീഹൈഡ്രേഷനും ആ കൂട്ടത്തിലൊരു ട്രിഗറായിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് പലതരം ഹെഡേക്കുകൾ പലപ്പോഴെങ്കിലായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ തരം തലവേദനകൾ ഏതൊക്കെയാണ്, പ്രധാനമായിട്ട് കാണപ്പെടുന്ന കോമൺ ആയിട്ടുള്ള ഹെഡേക്കുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ കൂടെ വരുന്ന മറ്റ് ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്, വേറെ ഏതെങ്കിലും അസുഖമാണോ എന്ന് തീർച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്ന മറ്റ് ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് നമ്മൾ തലവേദനയെ സ്വയം ചികിത്സിക്കാതെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ അഡ്വൈസ് സീക്കേണ്ടതും അവരെ കാണിക്കേണ്ടതും എപ്പോഴൊക്കെയാണ്, ഏതൊക്കെയാണ് അതിൻ്റെ റെഡ് ഫ്ലാഗ് സൈൻസ്, ലൈഫ് സ്റ്റൈലിൽ നമുക്ക് വരുത്താൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ ഏതൊക്കെയാണ്. ഇത് നിങ്ങളെ സ്വയം ചികിത്സിക്കാൻ പര്യാപ്തരാക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന ഒരു സീരീസ് അല്ല. പകരം എപ്പോഴൊക്കെയാണ് നമ്മളൊരു അസുഖം വരുമ്പോൾ കൂടുതൽ ജാഗ്രതരാവേണ്ടതും അതുപോലെ ഹോസ്പിറ്റലിൽ പോകേണ്ടതും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടേണ്ടതുമാണ് ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് തലവേദനയെ പറ്റി പറയാം. പ്രധാനമായിട്ടും തലവേദന രണ്ട് തരത്തിലാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് പ്രൈമറി ഹെഡേക്ക്, മറ്റേത് സെക്കൻഡറി ഹെഡേക്ക്. പ്രൈമറി ആൻഡ് സെക്കൻഡറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് പ്രൈമറി എന്ന് പറയുമ്പോൾ പ്രധാന പ്രശ്നം അത് തന്നെയാണ്. ഇപ്പോൾ തലവേദന എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പ്രശ്നം തലവേദന തന്നെയാണ്. അല്ലെങ്കിൽ തലേൻ്റെ ഉള്ളിലുള്ള രക്തക്കുഴലുകളോ ഞരമ്പുകളോ ഒക്കെ ഇൻഫ്ലെയിംഡ് ആകുമ്പോഴോ അല്ലെങ്കിൽ അവിടെയുള്ള വല്ല മെക്കാനിസം നടക്കുമ്പോഴോ തന്നെയാണ് ആ തലവേദന വരുന്നത്. അല്ലെങ്കിൽ ആ തലവേദന തന്നെയാണ് അവിടുത്തെ അസുഖം. അതിന് പല പേരിട്ടുണ്ട് നമ്മൾ വിളിക്കാറുണ്ട്. അതിൽ പ്രൈമറി ഹെഡേക്കിൽ പ്രധാനമായിട്ടുള്ള മൂന്നെണ്ണമാണ് മൈഗ്രെയിൻ, ക്ലസ്റ്റർ ഹെഡേക്ക്, അതുപോലെ ടെൻഷൻ ഹെഡേക്ക്. ഇനി സെക്കൻഡറിയിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ ഗൂഗിളൊക്കെ തപ്പിപ്പിടിച്ച് തലവേദനൻ്റെ കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ ഞെട്ടിത്തരിക്കുന്ന ചില കാരണങ്ങൾ വരാറ്. അത് തലേൻ്റെ ഉള്ളിലെ ബ്ലീഡിങ് മുതൽ തലേൻ്റെ ഉള്ളിലെ ട്യൂമർ വരെ വരാം. അപ്പോൾ അതിന് പല കാരണങ്ങളായിട്ടുള്ളത് തലേൻ്റെ ഉള്ളിലുള്ള ബ്ലീഡിങ്, അത് പലതരത്തിലുള്ള ബ്ലീഡിങ് ആവാം. അതായത് തലേൻ്റെ ഉള്ളിലുള്ള രക്തസ്രാവം, അത് തട്ടി വീണത് കൊണ്ടോ ട്രോമ കൊണ്ടോ ആക്സിഡൻ്റ് കൊണ്ടോ ഒക്കെ വരാം. ഇനി അതല്ല, പ്രായമായിട്ടുള്ള ആൾക്കാരിൽ എന്തെങ്കിലും രക്തക്കുഴലുകൾക്കുള്ള പ്രശ്നം കാരണം തനിയെയും ബ്ലീഡ് ചെയ്യാം. അതിൽ വളരെ രൂക്ഷമായ തലവേദന ആയിരിക്കും ഉണ്ടാവുക. അതിനെ തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്നാണ് സാധാരണ വിളിക്കാറ്. അതല്ലെങ്കിൽ തലേൻ്റെ ഉള്ളിലുള്ള ഒരു ദ്രാവകമാണ് CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അത് തലേൻ്റെ ഈ മെനിഞ്ചൽ ലെയറിൻ്റെ ഉള്ളിലായിട്ട് സബറക്നോയിഡ് സ്പേസിൽ ഈ CSF ഈ ദ്രാവകം കാണും. അതുപോലെ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ചുറ്റും ഈ ദ്രാവകം കാണും. അപ്പോൾ ഈ ദ്രാവകം കൂടുന്നത് കാരണം അതിന് ഹൈഡ്രോസെഫലസ് എന്നാണ് പറയാറ്. ആ കാരണത്തിലും തലവേദന വരാം. ഇനി അതല്ല, ബ്രെയിൻ ടിഷ്യൂ കൂടുക, അതായത് ബ്രെയിനിൽ വല്ല പഴുപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്യൂമറോ അങ്ങനെ വരുന്നാലും തലവേദന വരാം. ഇനി വേറെയും പല അസുഖങ്ങളിൽ തലവേദന വരാം. അതിലൊന്നാണ് ജോയിൻറ്റ് സെൽ ആർട്ടറൈറ്റിസ്, അതിനെ വാസ്കുലൈറ്റിസ് എന്നാണ് പറയാറ്. അതിൽ ഈ മുടി ചെയ്യുമ്പോഴൊക്കെ തലവേദന, ഒരു ഭാഗത്തുണ്ടാകുന്ന നമ്മുടെ നെറ്റീൻ്റെ സൈഡിലായിട്ട് തൊടാൻ പറ്റാത്ത വേദന, മുടിയിൽ തൊടാൻ പറ്റാത്ത, മുടി ചീകാൻ പറ്റാത്ത അത്രയും വേദന, അങ്ങനെയൊക്കെ വരുന്നതാണ് ജോയിൻറ്റ് സെൽ ആർട്ടറൈറ്റിസ്. ഇനിയുള്ളൊരു വേദന എന്ന് പറയുന്നത് അതിനെ സൂയിസൈഡൽ ഹെഡേക്ക് എന്നാണ് പറയാറ്. വളരെ തീവ്രമായിട്ടുള്ള മുഖത്തിൻ്റെ ഒരു സൈഡിൽ മൊത്തത്തിലുള്ള ഒരു വേദന, അതായത് മുഖത്തിൽ നിന്ന് നമ്മുടെ സെൻസേഷനൊക്കെ തലയിലേക്ക് എത്തിക്കുന്ന ഒരു ഞരമ്പാണ് ട്രൈജെമിനൽ നെർവ്. ആ ട്രൈജെമിനൽ നെർവിൽ കംപ്രഷൻ കൊണ്ട് വരുന്ന ഒരു വേദന, ആ ഞരമ്പിലുള്ള കംപ്രഷൻ കൊണ്ടുവരുന്ന വേദന, അതാണ് ട്രൈജെമിനൽ ന്യൂറാൽജിയ. അതും വളരെ തീവ്രമായ തലവേദനയായിരിക്കും. ഇനി നമുക്കൊക്കെ പലപ്പോഴായി വന്നിട്ടുള്ള സൈനസൈറ്റിസ്, സൈനസുകൾ ബ്ലോക്ക് ആയത് കാരണം, അതിൻ്റെ ഇൻഫ്ലമേഷൻ കാരണം, അതിൻ്റെ ഇൻഫെക്ഷൻ കാരണം തലവേദന വരാം. അത് കുറച്ചുകൂടെ മുഖത്തിൻ്റെ മൂക്കിനൊക്കെ ചുറ്റുമായിട്ട് തൊടുമ്പോഴൊക്കെ അവിടെ സൈനസ് ടെൻഡർനെസ് എന്ന് പറയും. അവിടെ തൊടുമ്പോഴൊക്കെ ഒരു വേദന, തലയിലാകെ മൊത്തം ഒരു വേദന, ഇതാണ് സൈനസൈറ്റിസ്. ഇനി തലേൻ്റെ ഉള്ളിലുള്ള ഇൻഫെക്ഷൻ കാരണവും മെനിഞ്ചൈറ്റിസ് കാരണവും
തലവേദനയും ഛർദിയും പനിയും ഒക്കെ ആയിട്ട് തലവേദന വരാം. ഇതൊക്കെയാണ് സെക്കൻഡറി ഹെഡേക്ക്. നമ്മൾ കൂടുതലും ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രൈമറി ഹെഡേക്കുകളെയാണ്. അപ്പോൾ അത് നോക്കാം. അതിലാദ്യത്തെ മൈഗ്രെയിനാണ്. മൈഗ്രെയിൻ കൂടുതലും സ്ത്രീകളിൽ കാണപ്പെടുന്നതാണ്. അത് തലേൻ്റെ ഉള്ളിലുള്ള രക്തക്കുഴലുകളൊന്ന് വികസിക്കുമ്പോൾ, അല്ലെങ്കിൽ വാസോ ഡൈലേഷൻ എന്ന് പറയും, അങ്ങനെ സംഭവിക്കുമ്പോഴാണ് മൈഗ്രെയിൻ വരുന്നത് എന്നാണ് തിയറി പറയുന്നത്. അപ്പോൾ മൈഗ്രെയിൻ ഹെഡേക്ക് ഇതുപോലെ ഒരു സൈഡിൽ, ഒരു തലേൻ്റെ ഒരു സൈഡിലായിട്ട് വളരെ ശക്തമായ വേദനയായിരിക്കും. അതിന് പലർക്കും പല ട്രിഗേഴ്സ് ആയിരിക്കും. ചിലർക്ക് നല്ല വെയിൽ കൊണ്ടാലുണ്ടാവാം, ഒരു യാത്ര പോയാലുണ്ടാവാം, ഭക്ഷണം സമയത്തിന് കഴിക്കാതിരുന്നാൽ വയറ് കാഞ്ഞാലൊക്കെ ഉണ്ടാവാം, വെള്ളത്തിൻ്റെ ജലാംശം കുറഞ്ഞാലുണ്ടാവാം, ചില ഫുഡ് ഐറ്റംസ് ചീസ്, ചോക്ലേറ്റ്, കാഫീൻ, കോഫിയൊക്കെ കൂടുതലായിട്ട് കഴിച്ചാൽ ഉണ്ടാവാം. അപ്പോൾ ഓൾറെഡി മൈഗ്രെയിൻ ഉള്ള ആൾക്ക് ഇതൊക്കെ ട്രിഗേഴ്സായി വരാം. ഇതൊക്കെ കണ്ടെത്തിയാൽ അതൊക്കെ പരമാവധി ഒഴിവാക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. ഇനി ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകൾ, പ്രവണതകളൊക്കെ കാണാറുണ്ട്. അതിലൊന്നാണ് ഫോട്ടോ സെൻസിറ്റിവിറ്റി. വെയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ വെളിച്ചം കാണുമ്പോൾ അതിയായ പ്രശ്നം, അത് കണ്ണിങ്ങനെ തുറക്കാൻ പറ്റാത്ത വേദന, സൗണ്ട് കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഫോണോ സെൻസിറ്റിവിറ്റി. അപ്പോൾ ഒരാൾ മിക്കവാറും മൈഗ്രെയിൻ വരുന്ന ആളെ നമ്മൾ കാണാം, ഒരു ഇരുട്ട് മുറിയിൽ അടച്ച് സൗണ്ടൊന്നും ഇല്ലാതെ കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ തന്നെ അയാൾക്ക് ചിലപ്പം ആശ്വാസം കിട്ടും. അപ്പോൾ അതാണ് മൈഗ്രെയിൻ. ഈ മൈഗ്രെയിൻ തന്നെ 2 തരത്തിലുണ്ട്. അതിന് വിത്ത് ഓറ ആൻഡ് വിത്തൗട്ട് ഓറ എന്നാണ് പറയാറ്. അപ്പോൾ മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറഞ്ഞാൽ, ഈ ഓറ എന്ന് പറയുന്നത് മൈഗ്രെയിൻ്റെ തലവേദന വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അയാൾക്ക് അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളെയാണ് മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയുന്നത്. ചിലർക്ക് കണ്ണിന് ചുറ്റും, അതാണ് കോമൺ ഓറ, കണ്ണിന് ചുറ്റും ഒരു ഇരുട്ടുള്ള പോലെ, കണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഒന്നും കാണാത്ത പോലെ ഒരു ഇരുട്ട് കയറുന്ന പോലെ തോന്നും. അതിന് സ്കോട്ടോമ എന്നാണ് പറയാറ്. ഇനി അതല്ല, ചില തരിപ്പ് പോലെയും വേറൊരു തരത്തിലുള്ള മൈഗ്രെയിനെ ഹെമിപ്ലീജിക് മൈഗ്രെയിൻ എന്ന് പറയും. അതായത് ഒരു ഭാഗം തളരുന്ന പോലെയും ഒക്കെയും മൈഗ്രെയിനിൽ അനുഭവപ്പെടാം. ഇനി മൈഗ്രെയിനിൽ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, മൈഗ്രെയിനിന് വരാതിരിക്കാൻ മരുന്നുകളുണ്ട്. മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസ് എന്ന് പറയും. ഒരസുഖം വരാതിരിക്കാൻ നമ്മൾ മുൻകരുതലെടുക്കുന്നതിനെയാണ് അതിന് പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും വേണ്ട. മൈഗ്രെയിൻ ആണെന്ന് തീർച്ചപ്പെടുത്തിയാൽ മൈഗ്രെയിൻ ഇടയ്ക്കിടെ വന്ന് അത് വല്ലാതെ ലൈഫിനെ ബാധിക്കുന്ന, കാരണം ഇതൊരു ഡിസേബിളിങ് ഹെഡേക്കാണ്, വളരെ തീക്ഷ്ണമായ തലവേദനയാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ ഗുളികകൾ എടുക്കാം. ഒരു 3 മാസമൊക്കെ നിങ്ങൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നേക്കാം. അതും നിങ്ങൾ സ്വയം വാങ്ങി കഴിക്കരുത്. മൈഗ്രെയിൻ ആണെന്ന് തീർച്ചപ്പെടുത്തി, മൈഗ്രെയിൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ഡോക്ടർ തന്നാൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനിയുള്ളത് ക്ലസ്റ്റർ ഹെഡേക്ക്. ക്ലസ്റ്റർ ഹെഡേക്ക് കൂടുതലും പുരുഷന്മാരിലാണ് കാണുന്നത്. സ്മോക്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആവാം. അതും ഇതുപോലെ ഒരു സൈഡിൽ ആയിട്ട് വരുന്ന, തലേൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന, കൂടുതലായും കണ്ണിൻ്റെ ഒരു പുറം ഭാഗത്തുനിന്ന് വരുന്ന പോലെയുള്ള തലവേദനയാണ്. അതിൽ കണ്ണിന് നമുക്ക് കണ്ണിൽ ഒരുപാട് വെള്ളം ഒലിക്കാം, കണ്ണ് നന്നായി ചുവന്ന് വരാം. ഇതൊക്കെ ക്ലസ്റ്റർ ഹെഡേക്കിൻ്റെ ഭാഗമാണ്. ക്ലസ്റ്റർ ഹെഡേക്ക് ചിലപ്പം ഒരു 6 മാസത്തിലൊരിക്കലും, വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ആയിരിക്കും വരാം. പക്ഷെ അയാൾക്ക് ആ ഇവൻ്റ് ഓർമ്മ ഉണ്ടാവും. അത്രയും തീവ്രമായ തലവേദനയായിരിക്കും. ഇതിനും ആദ്യം നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, ക്ലസ്റ്റർ ഹെഡേക്ക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഓക്സിജനാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ തലവേദനക്കും വേദന സംഹാരി വാങ്ങി ഒരു നേരം കഴിച്ചോ മാറിയില്ല, 3 നേരം 4 നേരം ഒന്നും എടുത്ത് വേദന സംഹാരികൾ കഴിക്കരുത്. കാരണം വേദന സംഹാരികൾ കൂടുതൽ കഴിക്കുന്നത് തലവേദനൻ്റെ വേറൊരു കാരണമാണ്. ഇപ്പോൾ ഒരു ദിവസം 3-4 പ്രാവശ്യം തലവേദന വരുന്നു, മാസത്തിൽ ഒരുപാട് പ്രാവശ്യം തലവേദന വരുന്നു, പലപ്പോഴായിട്ട് വേദന സംഹാരികൾ വാങ്ങിക്കഴിക്കുന്നു. അതിനെ അനൽജീസിയ ഓവർ യൂസ് ഹെഡേക്ക് എന്നാണ് പറയാറ്. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാ തലവേദനയ്ക്കും ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് എടുക്കുന്ന പ്രവണത ഒഴിവാക്കുക. ഇനിയുള്ള ഒരു പ്രൈമറി ഹെഡേക്കാണ് ടെൻഷൻ ഹെഡേക്ക്. ടെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിയാലോ, ഒരു വരിഞ്ഞു മുറുക്കുന്ന പോലെയുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോലത്തെ ഒരു ബാൻഡ് ലൈക്ക് എന്നൊക്കെയാണ് അതിന് പറയാം. അപ്പോൾ അത് തലൻ്റെ ചുറ്റും ഒരു വരിഞ്ഞു മുറുക്കുന്ന പോലെ, ഒരു ബാൻഡ് കെട്ടിയ പോലെ ഉള്ളൊരു ഹെഡേക്ക്. അത് മിക്കവാറും ഓർക്കാൻ കുറവ് കാരണം, സ്ട്രെസ്സ് കാരണം, ഡീഹൈഡ്രേഷൻ കാരണമൊക്കെ വരാം. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള കുറച്ച് തരം ഹെഡേക്കുകളും അതിൻ്റെ മറ്റ് ലക്ഷണങ്ങളും. സെക്കൻഡറി ഹെഡേക്കിലാണെങ്കിലുള്ള മറ്റ് ലക്ഷണങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി
എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഒരു ജാഗ്രത എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതും, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരാൾക്ക് ഇതുപോലെയുള്ള ഒരു തലവേദന കണ്ടാൽ എപ്പോഴാണ് അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതും എന്നുള്ളതാണ് പറയുന്നത്, അഥവാ റെഡ് ഫ്ലാഗ് സൈൻസ്. റെഡ് ഫ്ലാഗ് സൈൻസ് വരുന്നത് ഒന്ന് അതിരാവിലെയുള്ള തലവേദന, പിന്നെ ഭയങ്കരമായിട്ടുള്ള തലവേദന, ഇതുവരെ ലൈഫിൽ അനുഭവിക്കാത്ത തരത്തിലുള്ള തലവേദന. ഞാൻ പറഞ്ഞു അത് മിക്കവാറും തലേൻ്റെ ഉള്ളിലുള്ള ബ്ലീഡിങ് കാരണമായിരിക്കാം. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ഒരാളിലൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഇനി തലവേദനയ്ക്ക് കൂടെ പനിയുണ്ട്, കഴുത്തിൽ നല്ലൊരു മസിൽ സ്റ്റിഫ്നെസ് ഉണ്ട്, അതൊക്കെ തലേൻ്റെ ഉള്ളിലുള്ള ഇൻഫെക്ഷന് സൂചിപ്പിക്കാം. അല്ലെങ്കിൽ തലവേദനൻ്റെ കൂടെ ഒരു കയ്യോ കാലോ ഒക്കെ വീക്ക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെയോ ഒരു തരിപ്പുണ്ട്. പൊസിഷണൽ ഹെഡേക്ക് എന്ന് പറയും. അതായത് തലവേദന കിടക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള തലവേദന, എണീച്ചിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതും പ്രശ്നമായിട്ടുള്ള തലേൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അതും ഒരു പ്രശ്നമായിട്ടുള്ള ഹെഡേക്കാണ്. ഇനി എവിടെയെങ്കിലും തട്ടി വീണു, നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള തലവേദന വരുന്നു, ഛർദ്ദിക്കുന്നു, ഓക്കാനിക്കുന്നു ഒക്കെ ആണെങ്കിൽ അതും തലേൻ്റെ ഉള്ളിലുള്ള ബ്ലീഡിങ്ങോ വേറെ എന്തെങ്കിലും പ്രശ്നത്തിനോ സജസ്റ്റ് ചെയ്യാം. അപ്പോഴും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ഇനി തലവേദനയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു നമ്മൾ മെമ്മറിയൊക്കെ ഒരു ഡിസ്റ്റർബ് ആയ പോലെ നമുക്കൊരു കൺഫ്യൂഷൻ, അങ്ങനെയാണെങ്കിലും പ്രശ്നമാണ്. ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ സ്ട്രെസ്, അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഏത് തരം തലവേദനക്കും സ്ട്രെസ്സ് ഒരു അഗ്രവേറ്റിംഗ് ഫാക്ടർ ആവാം, ഉള്ള തലവേദനനെ ഒന്ന് മൂർച്ഛിപ്പിക്കാം. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ നിങ്ങൾക്ക് മെഡിറ്റേഷനോ അല്ലെങ്കിൽ വല്ല യോഗ പ്രാക്ടീസോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് കുറച്ചെങ്കിലും ലൈഫിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്താൽ കുറച്ചൊക്കെ സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ഉറക്കത്തിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ സ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് ഒട്ടുമിക്ക ഉറക്കം നമുക്ക് ശരിയാവാത്തതിൻ്റെ കാരണം. നമ്മളെ സ്ലീപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ ബ്രെയിനിന് കേപ്പബിലിറ്റി ഉണ്ട്, നമ്മളെ ബോഡിക്ക് കേപ്പബിലിറ്റി ഉണ്ട്. അതാണ് നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുന്ന പൈനിയൽ ഗ്ലാൻഡ്, തലേൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്രന്ഥിയാണ്. അത് മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സമയത്തിന് ഉറക്കം കഴിയുമ്പോൾ എണീക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് നിങ്ങൾ കൊടുക്കണം, അത് ബോഡി ഡിസേർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്മോക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം, ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാം. നമ്മൾ ഫുഡൊക്കെ ടൈമിന് കഴിക്കാത്ത ആളാണെങ്കിൽ അതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് ടേക്ക് അവേ പോയിൻറ്റ്സ് പറയാം. ഒന്ന്, മൈഗ്രെയിൻ നിങ്ങൾ സ്വയം തീരുമാനിച്ച് സ്വയം ട്രീറ്റ് ചെയ്യരുത്. മൈഗ്രെയിൻ ആണെന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ റെഡ് ഫ്ലാഗ് സൈൻസിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ മീറ്റ് ചെയ്യുക. മൈഗ്രെയിന് പ്രൊഫൈലാക്സിസ് ഉണ്ട്, അതായത് നിങ്ങൾക്ക് മൈഗ്രെയിൻ ഇടയ്ക്കിടെ വന്ന് ലൈഫ് വളരെ ബുദ്ധിമുട്ടാവുന്ന ഒരു തരം ഹെഡേക്ക് വരികയാണെങ്കിൽ, കാരണം മൈഗ്രെയിൻ ഒരു ഡിസേബിളിങ് ഹെഡേക്ക് എന്നാണ് പറയാറ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് പ്രൊഫൈലാക്റ്റിക് മെഡിക്കേഷൻസ്, അത് വരാതിരിക്കാനുള്ള മെഡിക്കേഷൻസ് ലോങ് ടൈമായിട്ട് കുറച്ച് 3 മാസമെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും, അങ്ങനെ എടുക്കാവുന്നതാണ്. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരുത്തുക, സ്ലീപ്പ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യുക, ഹൈഡ്രേറ്റ് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെ തലവേദന ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും. മൈഗ്രെയിന് ട്രിഗേഴ്സ് അറിയുന്ന ആൾക്കാർ, ചീസ് കഴിച്ചാൽ, ചോക്ലേറ്റ് കഴിച്ചാൽ, കോഫി കുടിച്ചാലൊക്കെ മൈഗ്രെയിൻ വരുമെന്നുണ്ടെങ്കിൽ ആ ട്രിഗേഴ്സ് പരമാവധി ഒഴിവാക്കാൻ നോക്കാം. ഇനി എപ്പോഴെപ്പോഴും തലവേദന വരുമ്പോൾ അനൽജീസിയ അഥവാ വേദന സംഹാരികൾ എടുക്കാതിരിക്കാം. കാരണം വേദന സംഹാരികൾ കൂടുതലായി എടുക്കുന്നത് തന്നെ തലവേദനൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ ഹെൽത്തി ആയിരിക്കാം, നിങ്ങളുടെ അസുഖങ്ങൾ അറിയാം, പറ്റാവുന്നത്ര സ്വയം ചികിത്സിക്കാതിരിക്കാം, ഗൂഗിളിനോട് ചോദിച്ച് സ്ട്രെസ് കൂട്ടാതിരിക്കാം. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖത്തിനെ പറ്റി ഇനി കേൾക്കണം എന്നുണ്ടെങ്കിൽ സജഷൻസായി കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു സോ മച്ച്.